എൻ്റെ ജീവിതത്തിലെ ആ സർവീസ് ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്തൊരു ദിവസം എന്ന് പറയുന്നത് അത് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ആക്സിഡൻറ്റ്. എല്ലാ ലോക്കോ പൈലറ്റുമാർക്കും ഇതുപോലെയുള്ള ഒരു 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 വലിയൊരു ആക്സിഡൻറ്റിൻ്റെ ഓർമ്മകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അന്നത്തെ ഒരു ദിവസം എനിക്ക് അങ്ങനെ ഒരു വിധി, അങ്ങനെ ഒരു ദിവസം എനിക്ക് സമ്മാനിച്ചു. അതിനകത്ത് ഒരാൾക്ക് മാത്രം ജീവനുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് മാത്രം, റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന പെൺകുട്ടിക്ക് മാത്രം ജീവനുണ്ടായിരുന്നു ആ സമയത്ത്. ബാക്കിയുള്ളവരുടെയൊക്കെ തലയോ ചിന്ന ഭിന്നമായിരുന്നു. അവരുടെ ചിന്തകളോടൊപ്പം ആ ഒരു ഹോണും അവർ ഏറ്റെടുത്ത് മരണത്തിലേക്ക് അടുക്കുന്നത് ഞങ്ങൾ പല തവണ കണ്ടിട്ടുണ്ട്. ഓടി വരുന്ന ട്രെയിൻ ഒരു വളവ് തിരിയുമ്പോൾ 110 കിലോമീറ്റർ സ്പീഡുണ്ട്, വലിയൊരു പാറ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാനില്ല. ഇടിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു ചോയ്സ് മാത്രമേ നമുക്ക്. പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്യാൻ കിടക്കുന്നവരെ വിളിച്ച് എണീപ്പിച്ച് അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്, വലിയൊരു അപകടം കൂടിയാണ്. കാരണം ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിട്ട് ജീവിതം തന്നെ വെറുത്തിട്ടാണ് അവൻ മരണത്തിലേക്ക് പോകാനായിട്ടായിരിക്കും ആ വ്യക്തി അവിടെ കിടക്കുന്നത്. ആ സമയത്ത് പുള്ളിക്ക് ആരെയും പേടിക്കാനില്ല. പലതരം വാഹനങ്ങളിൽ സഞ്ചരിക്കാറുണ്ടെങ്കിലും ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു കൗതുകം കൂടുതലാണ്. അപ്പോൾ ട്രെയിൻ ഓടിക്കുന്നവരെ കുറിച്ചും നമുക്കൊരു കൗതുകം ഉണ്ടാവും. അത്തരത്തിൽ നമ്മുടെ കൗതുകങ്ങളൊക്കെ മാറ്റി നമ്മളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരാൻ നമ്മളുടെ കൂടെ ഇന്നുള്ളത് ജെ വേണുഗോപാൽ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ ഇപ്പോൾ 30 വർഷത്തെ സർവീസ് ജീവിതം കഴിഞ്ഞിട്ട് വിശ്രമ ജീവിതം നയിക്കുകയാണ്. 30 വർഷം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഒരു മേജർ പാർട്ടും ട്രെയിനിന്റെ ഈ ലോക്കോ പൈലറ്റ് ചേംബറിലായിരുന്നു. ഈ ഒരു 30 വർഷത്തെ ജീവിതം കഴിഞ്ഞിട്ട് ട്രെയിനിലേക്ക് കയറുമ്പോൾ സാറിന്റെ ഒരു അനുഭവം എന്താണ്, എന്താ തോന്നുക? ആക്ച്വലി 36 വർഷമാണ് എൻ്റെ സർവീസിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 36 വർഷം ഇന്ത്യൻ റെയിൽവേ ശരിക്കും പറഞ്ഞാൽ നെഞ്ചോടേറ്റിയ ഒരു അനുഭവമായിരുന്നു 36 ഇയേഴ്സ് എന്ന് പറയുന്നത്. കാരണം മറ്റുള്ള ജോലികളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുതല്ല വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ കാലം കൂടുതൽ സമയം ഈ ട്രെയിൻ ഡ്യൂട്ടിയായിട്ട് ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിന് 1-2 കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വിഭാഗം ഇങ്ങനെ ജോലി ചെയ്യുന്ന റണ്ണിങ് സ്റ്റാഫ് എന്ന മൊത്തത്തിൽ വിളിക്കുന്ന ട്രെയിൻ ലോക്കോ പൈലറ്റ്സിന് ലീവ്, അവധി, റെസ്റ്റ് ഇതൊക്കെ വളരെ മിനിമം ആയിരിക്കും കൊടുക്കുക. അത് മാത്രമല്ല, ഈ ഗുഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ 12ഉം 13ഉം 14, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് 14 അവേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. ഈ വർക്ക് ചെയ്തിട്ട് നമ്മൾ പാലക്കാട് അതുപോലെയുള്ള മറ്റ് ഔട്ട് സ്റ്റേഷനിലേക്ക് പോകും. എറണാകുളത്തു നിന്ന് വർക്ക് ചെയ്തിട്ട് പാലക്കാട്, കൊല്ലം, ഈവൻ തിരുനെൽവേലി വരെയും പോകാറുണ്ട്. ഈ പോയി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന് ശേഷമായിരിക്കും തിരികെ വരിക. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് വലിയൊരു ബന്ധമില്ലാതെ ഈ റെയിൽവേയുടെ ഈ ഒരു സംവിധാനമായിട്ടാണ് ഈ 36 വർഷം കൂടുതൽ ബന്ധം. ഫാമിലിയായിട്ടൊക്കെ ബന്ധം വരണമെന്നുണ്ടെങ്കിൽ റിട്ടയർഡ് ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് തൊഴിൽ മേഖലകളിലുള്ള ആളുകൾ എങ്ങനെയാണോ അവരുടെ തൊഴിൽ മേഖലയുമായിട്ട് ഇടപഴകുന്നത് അതിനേക്കാളും ഒക്കെ വളരെയധികം കൂടുതൽ സമയം ഞങ്ങൾ ഇടപഴകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. യാത്ര ചെയ്യുമ്പോഴൊന്നും തോന്നാറില്ലെങ്കിലും എന്നാലും നമ്മൾ ആ ഒരു ഫെമിലിയാരിറ്റി ഇത്രയും വർഷം നമ്മുടെ കൂടെ നമ്മുടെ ഒരു എന്താ പറയുക, ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായിട്ട് നമ്മൾ കരുതിപ്പോകുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ആ ട്രെയിനുകളിൽ കയറുമ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ നമ്മളെ എത്താറുണ്ട്. അതിൽ കൂടുതലും ഹോണ്ട് ചെയ്യുന്ന ഇതാണ്. വളരെ നല്ല ഓർമ്മകളുമുണ്ട്, അതുപോലെ തന്നെ മോശപ്പെട്ട ഓർമ്മകളും എത്താറുണ്ട്. അപ്പോൾ ഹോണ്ട് ചെയ്യുന്നു പറഞ്ഞപ്പം ലോക്കോ പൈലറ്റ് എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിൻ ഡ്രൈവർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്സിഡൻസ് ആണ്. അപ്പോൾ ആക്സിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സാറിന്റെ മുഖം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു കമന്റ് ആണ്. 2010 ഒരു കാറുമായിട്ട് ട്രെയിൻ കൊളൈഡ് ചെയ്ത ഒരു സംഭവത്തിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് സാറിങ്ങനെ പൈപ്പിൽ വെള്ളം എടുത്ത് മുഖം കഴുകിയിട്ട് മാധ്യമപ്രവർത്തകരെ നോക്കാതെ നടന്നു പോകുന്ന ഒരു രംഗമുണ്ട് എന്നിങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. ഇത് സാധാരണ ഇതിൽ നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലൊക്കെ പറയാറുള്ളതാണ്. നമ്മൾ പൊതുജനത്തിൻ്റെ മുമ്പിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, എവിടെയാണ് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ റെയിൽവേയിലാണ്. പണ്ട് ഡ്രൈവർ എന്നായിരുന്നു, ട്രെയിൻ ഡ്രൈവർ എന്നായിരുന്നു ഡെസിഗ്നേഷൻ്റെ പേര്. ഇതാണ് ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ
അവരുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തിച്ചേരുന്നത് ഈ ട്രെയിൻ ആളുകളെ ഇടിക്കുന്നത് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവുന്നത്, വണ്ടിയിലിരിക്കുന്നതൊക്കെയാണ്. അടുത്ത ചോദ്യം അവരെ തന്നെ അറിയാതെ ചോദിച്ചു പോവുകയാണ്, നിങ്ങളുടെ വണ്ടി എത്ര പേരെ തട്ടിയിട്ടുണ്ട്, എത്ര പേരുടെ ജീവൻ പോയിട്ടുണ്ട് എന്നൊക്കെ. അതൊരു വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം നമ്മൾ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും പബ്ലിക്കിന് മുമ്പിൽ നിന്ന്. പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലെ ആ സർവീസ് ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു ദിവസം എന്ന് പറയുന്നത്, അത് ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ആക്സിഡൻറ്റാണ്. ഇപ്പോൾ എല്ലാ ലോക്കോ പൈലറ്റുമാർക്കും ഇതുപോലെയുള്ള ആ, ഒരു വലിയൊരു ആക്സിഡൻറ്റിൻ്റെ ഓർമ്മകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അന്നത്തെ ഒരു ദിവസം എനിക്ക് അങ്ങനെ ഒരു വിധി, അങ്ങനെ ഒരു ദിവസം എനിക്ക് സമ്മാനിച്ചു. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അനുഭവം എന്ന് പറഞ്ഞാൽ അത് മറക്കാൻ ശ്രമിക്കുന്തോറും നമ്മുടെ ഓർമ്മയിലേക്ക് കയറി വരുന്ന ഒരു ഫീലിംഗാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ജനസാന്ദ്രതയുള്ളൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ ചെറിയ റോഡുകളുണ്ട്. അപ്പോൾ ഈ റോഡുകളെയൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് തീരദേശ റെയിൽവേ ലൈൻ ആലപ്പുഴ, എറണാകുളം ആലപ്പുഴ ലൈൻ അന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോഴൊക്കെ ഉള്ളത്. അപ്പോൾ ഈ റെയിൽവേക്കൊരു കുഴപ്പമുണ്ട്. റെയിൽവേ എന്നല്ല, ഏത് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അത് നമ്മൾ ഇവിടെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു മിനിമം ഫെസിലിറ്റിയിലാണ് തുടങ്ങുക. അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സിസ്റ്റമാണ്. വിദേശത്തൊക്കെ അങ്ങനെയല്ല. ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗതാഗത സംവിധാനം അതിൻ്റെ 100% പെർഫെക്ഷനോടുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയൊരു പരിമിതിയായിരുന്നു അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുകൾ. ആൾ കാവലില്ലാത്ത ലെവൽ ക്രോസ് ഗേറ്റുകൾ ധാരാളമുള്ള ഒരു ലൈനായിരുന്നു. ഓപ്പൺ ആയിരിക്കും, ആരും ഉണ്ടാവില്ല. ജസ്റ്റ് അവിടെ 2 കുറ്റി മാത്രം കാണും, ഒരു സിഗ്നലും ഇല്ല, ചുമ്മാ തുറന്നിട്ടേക്ക്. അത് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അത് റോഡ് വാഹനം ഓടിക്കുന്നവർക്കാണ്. അവർ നോക്കി വേണം പോകാൻ. ട്രെയിനിൻ്റെ സൗണ്ട്, ഞങ്ങൾ ഹോൺ അടിക്കാനാണ് ഞങ്ങൾക്ക് ഉള്ള ആകെ ഇൻസ്ട്രക്ഷൻ, വേറെ ഒന്നുമില്ല. ട്രെയിനിൻ്റെ ശബ്ദമൊന്നും അങ്ങനെ, ശബ്ദം വലിയൊരു ഉള്ള ഒരു വാഹനമാണെങ്കിൽ ശരി, പിന്നെ ട്രെയിൻ എന്ന് പറയുന്നത് ആണെങ്കിലും ഈ റോഡ് വെഹിക്കിൾ വരുമ്പോഴത്തേക്ക് അവർക്കത് കേൾക്കണമെന്നില്ല. പിന്നെ അവരെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഹോൺ അടിക്കുക, വിസിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവരുടെ ഇതാണ്. പിന്നെ അവർക്ക് ഒരു വാർണിംഗ് ബോർഡ് ഉണ്ടാവും, നോക്കി പോകുക എന്നുള്ളതിൻ്റെ. അവർ വേണം അത് ശ്രദ്ധിക്കാൻ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു ഉത്തരവാദിത്വം അവർക്കാണ്, റോഡിലെ വണ്ടിക്കാണുള്ളത്. പക്ഷേ ഈ ഒരു ഉത്തരവാദിത്വം എത്ര പേര് മനസ്സിലാകും? നമുക്കറിയാം ഇവിടുത്തെ റോഡ് ട്രാഫിക് ആൾക്കാർ ഏത് രീതിയിലാണ് ഓടിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനതയുടെ മേൽ ഇങ്ങനെ ഒരു അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റ് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഡിസാസ്റ്ററാണ്. അങ്ങനെ ധാരാളം വണ്ടികളെ ഈ ട്രെയിൻ ഇടിച്ചിട്ട് അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിൽ ട്രെയിൻ ഇടിച്ച സംഭവങ്ങളുണ്ടായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. കേരളത്തിൽ പൂർണ്ണമായിട്ടും അതില്ല. സതേൺ റെയിൽവേയിലേ ഇല്ല, അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റ് ഇല്ല. പക്ഷേ നോർത്തേൺ റെയിൽവേയിലൊക്കെ ചില ബ്രാഞ്ച് ലൈനുകളിലൊക്കെ ഇപ്പോൾ ഉണ്ട്, അതൊക്കെ മാറ്റി വരികയാണ്. അപ്പോൾ അന്ന് ഈ മാരാരിക്കുളം എന്ന് പറയുന്ന സ്റ്റേഷന് തൊട്ട് മുമ്പാകെ ഉള്ള ഒരു അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റാണ് പൂപ്പള്ളിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അടുത്തൊരു അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നൈ ആലപ്പി എന്ന് പറയുന്നൊരു ട്രെയിൻ, ആ ചെന്നൈ ആലപ്പിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് എറണാകുളത്ത് വന്നിട്ട് ക്രൂസ് ചേഞ്ചാണ്, എറണാകുളത്ത് ക്രൂസ് ചേഞ്ചാണ്. എറണാകുളത്ത് നിന്ന് കയറി ഞങ്ങൾ ആലപ്പുഴ വരെ പോകണം. ആലപ്പുഴയിൽ നിന്ന് അതൊരു 3 മണിക്ക് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് എറണാകുളത്ത് എത്തിക്കണം. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ആ സമയത്ത് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്രൂ ലിങ്ക് എന്ന് പറയുന്നത് ക്രൂവിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ഡ്യൂട്ടിയാണ്, ഏറ്റവും ലഘുവായ ഡ്യൂട്ടിയാണ്. കാരണം 2.5 മണിക്കൂർ രാവിലെ വർക്ക് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തീർന്നു. പക്ഷെ അതിന് പകരം വെക്കാനായിട്ട് ബാക്കി കഠിനമായിട്ടുള്ള പ്രോഗ്രാംസ്, ജോലികൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിൻ നമ്മളെ ബുക്കിംഗ് റോസ്റ്ററിൽ നമ്മുടെ ഊഴത്തിൽ ഈ ട്രെയിൻ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ ലൈറ്റ് ഡ്യൂട്ടിയാണ്. അതിൽ എനിക്ക് അങ്ങേയറ്റ സന്തോഷമാണ്. കാരണം എൻ്റെ നാടെന്ന് പറയുന്നത് ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലാണ്. അപ്പോൾ അവിടെ എനിക്ക് ഈ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓടിപ്പോയി വീട്ടിൽ പോകാം, അമ്മയെ കാണാം, അമ്മയോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കാം. അതെനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ ഇത്രയും ഇവിടെ താമസിക്കുമ്പോൾ റെയിൽവേയിൽ നിന്നൊരു ലീവ് എടുക്കാതെ മറ്റ് ഇതൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന, അവിടെ യാത്ര ചെയ്തു പോകേണ്ട, അങ്ങനെ കിട്ടുന്നൊരു ഞാൻ വളരെ ഹാപ്പിയാണ് അന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെ ആ ഒരു ഹാപ്പിനെസ് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ
പൂപ്പള്ളിക്കാവ് എന്ന് പറയുന്ന അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിനെ സമീപിക്കുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് മാരാരിക്കുളത്തിൻ്റെ സിഗ്നൽ കാണാം. അപ്പോൾ മാരാരിക്കുളത്തിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് റൺ ത്രൂ ആണ്, അതായത് അവിടെ സ്റ്റോപ്പില്ല ആ ട്രെയിനിന്. അപ്പം പ്രത്യേകിച്ച് സ്പീഡ് കുറയ്ക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല. ഇത് നമ്മളെ സ്പീഡ് എന്ന് പറയുന്നത് ലോക്കോ പൈലറ്റ് നിശ്ചയിക്കുന്നതല്ല, അത് ആദ്യമേ നമ്മളെ അറിയിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. എവിടെയെങ്കിലും സ്പീഡ് കുറയ്ക്കണമെങ്കിൽ മാത്രം കോഷൻ ഓർഡർ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഞങ്ങൾക്ക് എഴുതി തരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ്റെ മാക്സിമം സ്പീഡ് എത്രയാണോ ആ സ്പീഡിൽ നമ്മൾ ഓടിക്കണമെന്നുള്ളതാണ്. അതിൽ കുറഞ്ഞാലും പ്രശ്നമാണ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് ചോദ്യം വരും. ലേറ്റാകുന്നതിൻ്റെ റീസൺ അതായിരിക്കും. 90 ആ സമയത്തെ 90 km/h ആ സമയത്തെ സ്പീഡ്. ആ സ്പീഡിൽ ഓടിച്ചു വരുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത ഇൻഡിഗോ മാരുതി ഇൻഡിഗോ കാറ്, ടാറ്റ ഇൻഡിഗോ കാറ് അത് അപ്രോച്ച് ചെയ്ത് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരു വണ്ടി അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾ സാധാരണഗതിയിൽ അത് വളരെ സാധാരണ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് നമ്മളങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഹോൺ അടിക്കും, അപ്പോൾ അവർ നിർത്തും, നമ്മൾ പാസ് ചെയ്തു പോകും. ഇതാണത് റൂട്ടേ. ചിലപ്പോൾ അവർ നല്ല സ്പീഡിൽ വരുന്ന കാണും, എന്നാലും അവരവിടെ ചവിട്ടി നിർത്താറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ വരും, നമ്മുടെ ഹോണടി കേട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും, നമുക്ക് കടന്നു പോകാം എന്നുള്ളതാണ്. കാരണം അവിടെ ആരുമില്ല നിയന്ത്രിക്കാൻ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഈ കാറ് അവിടെ നിന്നില്ല, പകരം കാറ് റെയിൽ ലൈനിലേക്ക് കയറി വരികയാണ്. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ അനുസരിച്ച് തട്ടും ഇടിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി. പക്ഷേ എന്നാലും ഞങ്ങൾ ആഞ്ഞ് ഹോണടിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാല് ബ്രേക്കിലേക്ക് പോകുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ ബ്രേക്കിലേക്ക് പോകും. അപ്പോൾ അതിനകത്ത് ഈ സഡൻ ബ്രേക്ക് എന്ന് വിളിക്കാവുന്ന രീതിയിലൊരു ബ്രേക്കുണ്ട്. ആക്ച്വലി അങ്ങനെ ഇല്ലെങ്കിൽ പോലും അതൊരു എമർജൻസി എന്നാണ് പറയുക. എമർജൻസി എന്നാണ് അതിൻ്റെ ടൈം, എമർജൻസി ബ്രേക്ക്. അത് ഈ ഒരു ബ്രേക്ക് ലിവറാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബ്രേക്ക് ലിവറിൻ്റെ ഒരു പൊസിഷൻ മാത്രമാണ്. എമർജൻസിയിലേക്ക് നമ്മൾ ആഞ്ഞ് ഇത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിന് അദ്ദേഹത്തിനും ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു അടിയന്തര ഘട്ടങ്ങളിൽ പ്രയോഗിക്കാനായിട്ട്. അയാളും അത് പൊക്കി. പക്ഷേ വണ്ടി നിൽക്കില്ല. കാരണം 90 km വരുന്ന ഇത്രയും വലിയൊരു മാസല്ലേ, അത് നമ്മളെ എത്ര ശക്തിയുള്ള ബ്രേക്ക് പിടിച്ചാലും അതിനൊരു പരിധിയുണ്ട്. ഒരു 500 മീറ്ററെങ്കിലും മിനിമം ട്രാവൽ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്കും കാറിനെ ഇടിച്ചു എന്ന് പറയുമ്പോൾ കാറിൻ്റെ ഫ്രണ്ട് വീലും കാറിൻ്റെ ഏകദേശം 50% പകുതിയോളം റെയിൽ ക്രോസ് ചെയ്തിരുന്നു ആ സമയത്തേക്ക്. അപ്പോഴത്തേക്കും കാറിന് ഉള്ളിൽ എന്താണ് ആരാണെന്നൊന്നും ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കാറിനെ ഇടിച്ചിട്ട് ഈ കാറ് മേലോട്ട് തെറിക്കുകയാണ്. ഒരു സൈഡിലേക്ക് പോയിട്ട് അത് മേളിലേക്ക് ഇങ്ങനെ തെറിച്ച് പോയിട്ട് ഒരു മാസ്റ്റ് ഉണ്ട്, അതായത് ഈ OH ലൈൻ, അന്ന് ഇലക്ട്രിക് ലൈൻ ആയിട്ടുണ്ട്. OH ലൈൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഓവർ ഹെഡ് എക്യുപ്മെൻറ്റ്സ് ലൈൻ ആണ്. ആ ലൈനിൻ്റെ പോസ്റ്റിന് മാസ്റ്റ് എന്നാണ് റെയിൽവേ ടൈം. അപ്പോൾ ഈ മാസ്റ്റിൽ ചെന്ന് ഇടിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ കറങ്ങി അപ്പുറത്തേക്ക് തെറിച്ചു പോയി. ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ എമർജൻസി ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നതുകൊണ്ട് ആ വണ്ടി അവിടെ സാവധാനം പോയി. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ ഉടനെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് ബ്രേക്ക് ചെയ്തു, വണ്ടി നിന്ന് ഞാനിങ്ങനെ കൈക്കകത്ത് തല വെച്ചിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് ഇരുന്ന് പോയി, അല്ലെങ്കിൽ ഫ്രോസനായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു മിനിറ്റിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാണുന്നത് എൻ്റെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായ ബിനു എന്ന് പറയുന്നൊരു ആയിരുന്നു. പുള്ളിക്കാരൻ ചേർത്തല സ്വദേശിയാണ്. അദ്ദേഹം പെട്ടെന്ന് ചാടി ഇറങ്ങി പോകുന്നതാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾക്കൊരു നിയമമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 2 പേരും അറ്റ് എ ടൈം എൻജിൻ വിട്ട് പുറത്തിറങ്ങി പോകാൻ പാടില്ല. അല്ലെങ്കിൽ പോലും ഞാൻ എഴുന്നേൽക്കാനോ അങ്ങനെ പോകാനോ ഉള്ളൊരു അവസ്ഥയിലല്ല. എൻ്റെ കാലൊക്കെ മരവിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ് ഒരു വാഹനത്തെ ഇടിക്കുക എന്നുള്ളത്. എൻ്റെ ഈ എൻജിൻ എന്ന് പറയുന്നൊരു വലിയ മാസ്സാണ്, ഭയങ്കര വെയിറ്റുള്ള ഇരുമ്പിൻ്റെ തകിടുകൾ വെച്ചിട്ടാണ് ഇത് എൻജിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലോണം വെയിറ്റുള്ളൊരു സാധനം. അപ്പോൾ അതിനകത്തൊരു ഷേക്കോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. ഈ ശബ്ദം മാത്രം നമുക്ക് കേൾക്കാം. ശബ്ദം കേട്ടിട്ട് ഇതങ്ങ് തവിട്ട് പൊടിയായിട്ട് ചളങ്ങിയിട്ടാണ് ഈ കറങ്ങി പോകുന്നത്. പോയി ഒരു 2-3 അപ്പോഴത്തേക്കും ആളുകളൊക്കെ കൂടി. കാരണം നല്ലോണം ആളുകൾ താമസിക്കുന്ന വിജനമായ സ്ഥലമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്നൊക്കെ ഈ ശബ്ദം കേട്ട് ആളുകൾ വരുന്നു. പെട്ടെന്ന് തൊട്ടടുത്ത് അവിടെ എന്തോ ഒരു പട്രോളിങ് നടത്തായിരുന്നു, ഒരു പോലീസ് ജീപ്പ് ഓടി വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു. കുറച്ച് കഴിഞ്ഞ് ബിനു വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ബിനു കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ ചോദിച്ചു ബിനുവിനോട്, ബിനു എന്താണ് അവിടുത്തെ അവസ്ഥ? സ്ഥലം കൊണ്ട് പോകണ്ട, എല്ലാവരും
ആൾമോസ്റ്റ് തീർന്നു. ഞാൻ ചോദിച്ചു എത്ര പേരുണ്ടായിരുന്നു? 4 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു വിഷമം കുറച്ചുകൂടെ അങ്ങ് ഇരട്ടിച്ചു. അപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാരിക്കുളത്ത് ഒരു ജർമ്മൻ ഫാമിലി, അവർ മാരാരി ബീച്ച് റിസോർട്ടിൽ താമസിക്കുന്നു. അവർ കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ ട്രാവൽ ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ്. അവരൊരു ദത്തെടുത്ത ഒരു കുട്ടിയുമുണ്ട് അവരുടെ കൂട്ടത്തിൽ, കൊൽക്കത്തയിൽ നിന്ന് മറ്റും. അപ്പോൾ ഈ ദമ്പതികളിലെ അദ്ദേഹത്തിന് ആ സ്ത്രീക്ക് വയറുവേദന, കലശലായിട്ട് വയറുവേദന എടുത്തിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ ഒരു ടാക്സി അവർ വിളിക്കുന്നു. ടാക്സി ഡ്രൈവർ അതുപോലെ തന്നെ ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും അതിനകത്ത് കയറി. അവർ ആണ് ഇവർ കൊണ്ടുപോയത്. ഇവർക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ശരിക്കും വണ്ടി ഓടിച്ചു വന്നത് മാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിലേക്കാണ്. അതായത് സ്റ്റേഷനോട് ചേർന്ന ഒരു ലെവൽ ക്രോസ് ഗേറ്റിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ക്ലോസ്ഡാണ്. കാരണം ഞങ്ങളുടെ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അത് ക്ലോസ്ഡാണ്. അപ്പോൾ ഒരു എമർജൻസിയാണ്, ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമുക്ക് തുറക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ ലോക്ക്ഡാണ്. നമുക്ക് ഗേറ്റ്മാൻ വിചാരിച്ചാൽ പോലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരും അവിടെ നിന്ന് പറഞ്ഞു, തൊട്ടപ്പുറത്തെ ഗേറ്റിൽ ആളില്ല, നിങ്ങൾ വേഗം പോയിട്ട്, ചിലപ്പോൾ ഇനിയും ട്രെയിൻ വരാൻ ലേറ്റായാലോ, വേഗം പോയിട്ട് അതിൽ പാസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് എടുത്ത് പോയതാവാം, അങ്ങനെയാണ് കേട്ടത്. ഇത് സത്യമാണോ കള്ളമാണോ എന്ന് പറയാനൊന്നും അവരാരും ജീവിച്ചിരിപ്പില്ല. അങ്ങനെ അവൻ്റെ മരണത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് മാത്രം ജീവനുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് മാത്രം, റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന പെൺകുട്ടിക്ക് മാത്രം ജീവനുണ്ടായിരുന്നു ആ സമയത്ത്. ബാക്കിയുള്ളവരുടെയൊക്കെ തലയോ ചിന്ന ഭിന്നമായിരുന്നു. ഇവർക്ക് മാത്രം ലൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ എടുത്തുകൊണ്ട്, എല്ലാവരും തന്നെ എടുത്തുകൊണ്ട് അപ്പോൾ തന്നെ ആംബുലൻസ് എത്തി. പോലീസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. ആംബുലൻസ് എത്തിപ്പോയി. അതിനുശേഷം അറിയാൻ കഴിഞ്ഞു ഒരു 4 പേരും മരിച്ചു, എല്ലാവരും മരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. സാർ ഇപ്പം അപകടത്തിന്റെ കാര്യം പറഞ്ഞു, ആളുകൾ മരിച്ചു, അതൊക്കെ അല്ലാതെ ഇപ്പം രക്ഷപ്പെട്ട സംഭവങ്ങൾ, ഇപ്പം ആളുകൾ ചിലപ്പം ആത്മഹത്യക്ക് വേണ്ടി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അറിയാതെ പാളത്തിലേക്ക് വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ രക്ഷപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടല്ലേ, ഒരു ലൈഫ് രക്ഷിച്ചു എന്നൊക്കെ തോന്നിയിട്ടുള്ള? തീർച്ചയായിട്ടും. അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വളരെ റൂഡായിട്ടുള്ളൊരു ചോദ്യം, നിങ്ങളെ വണ്ടി എത്ര പേര് കൊന്നിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവരോട് ദേഷ്യത്തോടെ ഞങ്ങളെല്ലാവരും പറയുന്നൊരു മറുപടിയാണ്, ഞങ്ങളുടെ വണ്ടി തട്ടിയിട്ട് കുറച്ച് പേര് മരിച്ചിട്ടുണ്ടാവാം, പക്ഷെ അതിലേറെ പേരെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ യാദൃച്ഛികമായിട്ട്, അറിയാതെ, അശ്രദ്ധമായിട്ട് ട്രാക്ക് ക്രോസ് ചെയ്യുന്ന പലരെയും നമ്മളൊരു പ്രത്യേക രീതിയിൽ ഹോണൊക്കെ അടിച്ചിട്ടാണ് അവിടെ ശ്രദ്ധ നമ്മൾ ആകർഷിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഒരു മ്യൂസിക് പോലെ അവരുടെ ചിന്തകളോടൊപ്പം ആ ഒരു ഹോണും അവർ ഏറ്റെടുത്ത് മരണത്തിലേക്ക് അടുക്കുന്നത് ഞങ്ങൾ പല തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധ നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർമിറ്റൻ്റ് ഹോൺ, പെട്ടെന്ന് എന്നടിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവരെന്താണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ധാരാളം ആളുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്താൽ ഒരു പക്ഷേ ചില ആളുകൾ അവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, ആത്മഹത്യക്ക് വേണ്ടിയിട്ട് കിടക്കുന്നവരുടെ അവരുടെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയും കയറി പോരും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് കാണുകയും സ്ട്രെയിറ്റ് ലൈനാണ്, വളരെ ദൂരെ നിന്ന് ഒരാൾ വന്ന് കിടക്കുന്നത് നമ്മൾ അത് മനസ്സിലാകുകയും ഒരാൾ കിടക്കുകയാണ് എന്നുള്ളത് അത്ര കാഴ്ചയൊന്നും അത്ര ക്ലിയർ ആവണമെന്നില്ല ഈ ട്രെയിനിൻ്റെ. കാരണം ട്രെയിനിന് മുമ്പിലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിഗ്നലാണ്. ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് സിഗ്നൽസാണ്. അല്ലാതെ നമ്മൾ റോഡ് പോലെ എന്തെങ്കിലും സാധനം കണ്ടിട്ട് വെട്ടിച്ചു മാറിപ്പോവുക അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഇപ്പോൾ ഓടി വരുന്ന ട്രെയിൻ ഒരു വളവ് തിരിയുമ്പോൾ 110 കിലോമീറ്റർ സ്പീഡുണ്ട്, വലിയൊരു പാറ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാനില്ല, ഇടിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രം, ഒരു ചോയ്സ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരെ നിന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഒരു ട്രാക്കിൽ ദൂരെ നിന്ന് ഒരാൾ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹോണടിക്കുകയും അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുകയും ചെയ്ത് ധാരാളം ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്? ഞാൻ പലരോടും പറയാറുണ്ട്, എൻ്റെ പല ഇൻ്റർവ്യൂകളിലും ഇതുപോലെ തന്നെ ഞാൻ പറയുന്നൊരു കേസാണ്. അങ്കമാലി എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രായമായ സ്ത്രീ വന്നു കിടന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 15 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അതിൻ്റെ സ്പീഡിനെ പറ്റിയുള്ള ഒരു ഒന്നുമില്ല. റെയിൽവേ ട്രാക്കിൽ കിടന്നു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്തായിരിക്കും അവർ. പ്രായമുള്ള സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് അറിയാം എന്തായാലും നിർത്താൻ പറ്റും, സ്പീഡ് കുറവാണ്, കാണുകയും ചെയ്യാം, ചെറുതായിട്ട് മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നിർത്തി.
നിർത്തി എൻ്റെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഇറങ്ങി. എന്താ സംഭവം? അവരവിടെ തന്നെ കിടക്കുകയാണ്. അവരിങ്ങനെ കണ്ണൊക്കെ അടച്ച് കിടക്കുകയായിരിക്കാം. എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനും ഇറങ്ങി. കാരണം ഒരു ലോക്കോ ഇൻസ്പെക്ടർ ട്രെയിനിൽ എഞ്ചിനിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇറങ്ങാനുള്ളൊരു അനുവാദമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുന്നത് ഒരു ഒത്തിരി പ്രായമുള്ള ഒരു 10-70 വയസ്സുള്ള സ്ത്രീയാണ്. അപ്പോൾ അവരുടെ കവിളിലൊരു ചെറിയ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു മുറിവിൻ്റെ എന്തോ അതുമുണ്ട്. അപ്പം ഞങ്ങൾ പുള്ളി എൻ്റെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് രാജീവ് എന്ന് പറയുന്ന ആളാണ്. രാജീവ് ചെന്നിട്ട് കുലുക്കി വിളിച്ചു. പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്യാൻ കിടക്കുന്നവരെ വിളിച്ച് എണീപ്പിച്ച് അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്, വലിയൊരു അപകടം കൂടിയാണ്. കാരണം ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിട്ട് ജീവിതം തന്നെ വെറുത്തിട്ടാണ് അവൻ മരണത്തിലേക്ക് പോകാനായിട്ടായിരിക്കും ആ വ്യക്തി അവിടെ കിടക്കുന്നത്. ആ സമയത്ത് പുള്ളിക്ക് ആരെയും പേടിക്കാനില്ല. അപ്പോൾ മരണത്തിലേക്ക് പോലും എന്നെ വിടാൻ സമ്മതിക്കുന്നില്ലെന്ന് ചോദിച്ചിട്ട് ചിലപ്പം കല്ലെടുത്ത് എറിയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ തെറി വിളിക്കുകയോ ഒക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം പാവം വയസ്സായ സ്ത്രീയായിരുന്നു. അവരെ എഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ ആളുകൾ ഇത് കണ്ടു. പകൽ സമയമായതുകൊണ്ട്. അപ്പോൾ ഒരു പോലീസുകാരി ഉണ്ടായിരുന്നു. അവർ ഓടി വന്നു. ഏതായാലും അവരെ അനുനയിപ്പിച്ച് സമാധാനിപ്പിച്ച് അപ്പോൾ അവർ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ ഒരു SLR എന്ന് പറയുന്ന ഒരു ഗാർഡ് ട്രാവൽ ചെയ്യാത്തൊരു ബ്രേക്ക് വാനിലേക്ക് അവരെ കൊണ്ട് കയറ്റി ഞങ്ങൾ തിരിച്ച് ട്രെയിൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് എറണാകുളത്തെത്തിയതിന് ശേഷം ഞങ്ങൾ സൈൻ ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ ആ പോലീസിൻ്റെ ഒരു ഓഫീസുണ്ട്, പോലീസുകാരൊക്കെ ഇരിക്കുന്ന അവിടെ GRP എന്ന് പറയും, ഗവൺമെൻറ് റെയിൽവേ പോലീസ്, അവരുടെ സ്റ്റേഷനുണ്ട് എറണാകുളം സൗത്തിൽ. അവിടെ ചെന്നിട്ട് ഇതെന്തായി സംഭവം, ഇതെന്താണ് അവരുടെ അവസ്ഥ എന്തായി എന്നൊക്കെ അറിയാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അതിൻ്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ അവർ വീട്ടിൽ മോനുണ്ട്, മോൻ്റെ ഭാര്യയുണ്ട്, ആരൊക്കെയുണ്ട്. പക്ഷേ അവർ ഭയങ്കര അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മോൻ്റെ ഭാര്യയിൽ നിന്നും വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു മുഴ വന്നിട്ടത് മാറുന്നില്ല, ഇടയിൽ പൊട്ടുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അവസാനം അതിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ക്യാൻസറാണെന്ന്. അപ്പോൾ ക്യാൻസറും കൂടെ എനിക്ക് പിടിച്ചു. ഞാൻ വയസ്സാകുന്നു, എന്നെ ഇപ്പം തന്നെ അവർക്ക് നോക്കാൻ കഴിയുന്നില്ല, അപ്പോൾ പിന്നെ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു അമ്മയായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷമാണ്. അവരെ രക്ഷിച്ചതിലുള്ള സന്തോഷമാണോ, വീണ്ടും അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതിലുള്ള കുറ്റബോധമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലായിപ്പോയി. അതൊരു എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു ഓർമ്മയാണ്. ഇപ്പോൾ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ അല്ലാത്ത വണ്ടികളുടെ, ബസ്സിൻ്റെ, ലോറിയുടെ, അങ്ങനെ പല, ഈവൻ വിമാനത്തിൻ്റെ പോലും നമ്മൾ വീഡിയോകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ട്രെയിനിൻ്റെ ഒരു ഡ്രൈവിംഗ് സീറ്റ് അത്ര വിസിബിൾ അല്ല, ആളുകൾക്ക് അങ്ങനെ ആക്സസബിളും അല്ല, വീഡിയോ ക്യാമറയൊന്നും അലൗഡ് അല്ലല്ലോ. അതിൻ്റെ ഉൾവശം എങ്ങനെയാണ് അതിൻ്റെ ഒരു? അതായത് ഈ സീറ്റിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളൊരു സംഘടനയുണ്ട്, ഞങ്ങളുടെ ഒരു യൂണിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ലോക്കോ പൈലറ്റുമാരൊക്കെ ഉള്ളൊരു യൂണിയൻ, ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിങ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു യൂണിയനാണ്. അപ്പം ഞങ്ങൾ ഒത്തിരി അവഗണിക്കപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ കഷ്ടപ്പെട്ട ജോലിയല്ലേ, ആ കഷ്ടപ്പാട് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. അതല്ലാത്തവർക്ക് വിട്ടു പോകാം, മറ്റ് ഓപ്ഷനിലേക്ക് പോകാം. പക്ഷേ ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഈ ജോലിയുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഈ കഷ്ടപ്പാടിനെ ഏറ്റവും കൂടുതൽ ഗുരുതരമാക്കുന്ന രീതിയിലുള്ളൊരു സമീപനം റെയിൽവേയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. അതിലൊന്നാണ് ഈ ഇരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു ആദ്യകാലങ്ങളിൽ. ഞാനൊക്കെ വന്ന് 1986 ഞാൻ റെയിൽവേയിലെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട്, അന്ന് ഡീസൽ അസിസ്റ്റൻ്റ് എന്നായിരുന്നു ഡെസിഗ്നേഷൻ്റെ പേര്. ആ സമയത്ത് വന്നപ്പോൾ ഒരു സ്റ്റൂളാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 2 ഡയറക്ഷനിലേക്ക് ഓടിക്കാം, 2 ഡയറക്ഷനിലേക്ക് ഓടിക്കാൻ ഒരൊറ്റ ക്യാബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന ട്രെയിൻ പെട്ടെന്ന് തിരിച്ചിട്ടല്ലല്ലോ പോകുന്നത്. അപ്പോൾ അത് അതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ സ്റ്റൂൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ തിരിയാം. അങ്ങനെ ഒരു ഇതായിരുന്നു. ഏറ്റവും പ്രാകൃതമായ രീതിയിൽ ഒരു വട്ടത്തിലൊരു സ്റ്റൂള്, അത് തിരിക്കാം. അതിന് മേളിൽ ചിലപ്പോൾ ഒരു മൈക്ക് അടിച്ചിട്ടുണ്ടാവും. ആ മൈക്ക് ചിലപ്പോൾ പൊട്ടി കീറിയിട്ട് ഞങ്ങളുടെ പാൻറ്റുമൊക്കെ പലപ്പോഴും കീറാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കാണത്തില്ല, ചിലപ്പോൾ ആണികളൊക്കെ പൊങ്ങി നിൽക്കുന്ന ഇതൊക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസ്കംഫർട്ടായിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇത് മനുഷ്യനിരിക്കുന്ന രീതിയിൽ
ഉള്ളൊരു സീറ്റ് ഞങ്ങൾക്ക് വേണം മിനിമം. അതുപോലെ തന്നെ പല ആൾക്കാർക്ക് ഈ നടുവിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഷേക്ക് ചെയ്യല്ലേ, ഭയങ്കര ഷേക്കാണല്ലോ ഇത്. 30-35 വർഷം ഇതിനകത്ത് ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ എല്ലാവരും അങ്ങ് ആരോഗ്യം നശിച്ചു പോവുകയാണ്, രോഗികളായി മാറുക. ഇതിനെ തുടർന്ന് ഞങ്ങൾ ദീർഘനാൾ ആവശ്യങ്ങളും സമരങ്ങളും അങ്ങ് നടത്തി ഏതായാലും ഇപ്പോൾ അതിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ചിലതൊക്കെ നോർത്ത് ഇന്ത്യൻ എന്നൊക്കെ വരുന്ന എഞ്ചിനുകളിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിൽ പോലും എല്ലാത്തിനും ഇപ്പോൾ കമ്പൽസറി ആയിട്ട് പുറകിലൊരു ബാക്ക് സപ്പോർട്ടുണ്ട്, കുഷൻ ഉണ്ടാവും. അത്രയും വലിയൊരു ലക്ഷറി രീതിയിലുള്ള ഒരു സീറ്റൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം ഇരിക്കാം, നടുവേദന ഇല്ലാതെ കംഫർട്ടബിളായിട്ട് ഇരിക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ വന്ദേ ഭാരത് പോലുള്ള പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ട്രെയിനുകളിലൊക്കെ കുറെ കൂടെ നല്ല സീറ്റുകളാണുള്ളത്. ഫുൾ കൺട്രോൾ കയ്യിലാണോ ഈ ട്രെയിനിന്റെ? കാലിൽ എന്തെങ്കിലും കാലിൽ കൺട്രോളല്ല, പക്ഷെ കാലിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് നമ്മുടെ കൺട്രോൾസ് മുഴുവൻ ഈ ട്രെയിനിൻ്റെ സ്പീഡാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. സ്പീഡും ബ്രേക്കിങ്ങുമാണ്. ഡയറക്ഷൻ നമ്മളല്ല ഡിസൈഡ് ചെയ്യുന്നത്, ആൾറെഡി പ്രീ സെറ്റ് ഡയറക്ഷനാണ്. ആ ട്രാക്ക് എങ്ങനെ ഇരിക്കുന്നു, സെറ്റ് ചെയ്തിരിക്കുന്നു, അതിലേക്ക് പോകാമെന്നുള്ളത്. സിഗ്നലുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്നൽ എവിടെ നിർത്തണം എന്നുള്ളതിന് ഞങ്ങൾക്കൊരു വാണിംഗ് തരും. ആ വാണിംഗ് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ അതിനനുസരിച്ച് സ്പീഡ് റെഗുലേറ്റ് ചെയ്താണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ നേരത്തെ പ്രിപ്പയർഡ് ആണോ അതോ? അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നൽ ഉണ്ടാവും, സ്റ്റാർട്ടിങ് സിഗ്നൽ. ഈ സിഗ്നൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും സിഗ്നൽ ഓക്കെ ആകുമ്പോഴത്തേക്കും, സിഗ്നൽ ഓക്കെ ആക്കാനായിട്ട് അവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഒരു ലൈൻ ക്ലിയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പുറത്തെ സ്റ്റേഷൻ വരെ ആ ട്രാക്കിൽ വേറെ ഒന്നും ഇല്ല, ഒരു ട്രെയിനും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ഒരു ഫുൾ പ്രൂഫ് സിസ്റ്റമാണ്. ഈ സിഗ്നൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും, സ്റ്റാർട്ടിങ് സിഗ്നൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിന് കുറച്ച് ഇതുണ്ട്. അതിനകത്ത് സ്റ്റാർട്ടറുണ്ട്, അഡ്വാൻസ് സ്റ്റാർട്ടറുണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിഗ്നലുകളുണ്ട്. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഗാർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം നോക്കി ഓക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ ഈ കൺട്രോൾസ് കംപ്ലീറ്റ്, പിന്നെ ഉള്ള കൺട്രോൾസ് എല്ലാം സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതെല്ലാം കയ്യിലാണ്. ഒരു കൈ കൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യും, മറ്റു കൈ കൊണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യാം. കാലിലുള്ള കൺട്രോൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു VCD എന്ന് പറയുന്നൊരു സാധനമുണ്ട്, വിജിലൻസ് കൺട്രോൾസ് ഡിവൈസ്. ഇത് ഒരു ലോക്കോ പൈലറ്റ് ഒരു മിനിറ്റ് നേരം ഒരു കാര്യവും ചെയ്യുന്നില്ല. സപ്പോസ് അയാളങ്ങ് ഇൻകപ്പാസിറ്റേറ്റഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിന്നിരിക്കട്ടെ, ഒരു ഓപ്പറേഷനും ഇതിനകത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. അതിന് ബ്രേക്ക് അപ്ലൈഡ് ആയിട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവും. ഇതിന് VCD ആക്ടിങ് എന്ന് ഞങ്ങൾ പറയുക. അപ്പോൾ ഇതിന് ഇങ്ങനെ നിൽക്കാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇതിനകത്ത് ചെയ്യണം. ഒന്നുകിൽ സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ ഹോൺ അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. രണ്ടിലൊരാൾ ചെയ്താൽ മതി. ഇത് അതിനകത്ത് കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പം ആധുനികമായിട്ട് ഓരോ സമയത്ത് കാലാകാലങ്ങളിൽ അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇതൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ പൊക്കോണ്ടിരിക്കുകയാണ്, സ്പീഡ് കൂട്ടണ്ട, സ്പീഡിൽ അങ്ങനെ പൊക്കുകയാണ്, ബ്രേക്ക് ചെയ്യേണ്ട, വേറെ ഒന്നും നമുക്ക് ആക്ടിവിറ്റി ഒന്നുമില്ലെങ്കിൽ താഴെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ കാലുകൊണ്ട് ചവിട്ടുക. അതാണ് കാലിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ കാലിലുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ചില വെറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മളെ ഈ വീൽ സ്ലിപ്പായി പോകും. കയറ്റം മഴയത്ത് മഞ്ഞ് സമയത്തൊക്കെ കയറ്റം കയറാത്ത ഒരു ഇതുണ്ടാകും. അപ്പോൾ ഇതിലേക്ക് സാൻഡ് ഇട്ട് കൊടുക്കണം. ഈ സാൻഡ് ഇട്ട് കൊടുക്കാനായിട്ട് ഉള്ളിലൊരു മെഷീനുണ്ട്, സാൻഡർ എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളിത് വീൽ സ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും, എഞ്ചിനിലുണ്ടാവും വീൽ സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അപ്പം നമ്മൾ ഈ കാല് കൊണ്ടിട്ട് അത് ഇങ്ങനെ ഒന്ന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായിട്ട് മണ്ണ് വീഴും. ചിലപ്പം വീഴാറില്ല, വലിയൊരു സിവിയർ കേസിൽ ചിലപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് മണ്ണ് ഇട്ടിട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ സ്ലോ ചെയ്യോ വണ്ടി, ട്രെയിൻ സ്ലോ ചെയ്തിട്ട് ഇങ്ങനെ സാൻഡ് ഇട്ടിട്ട് പോകുമോ? അങ്ങനെ അല്ല, സ്ലോ ചെയ്തിട്ട് പോകുന്നത് ഒരു സേഫ് പ്രാക്ടീസ് അല്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മളവിടെ നിർത്തിയിട്ട് കുറച്ച് മണ്ണ് കുറച്ച് ദൂരം ഇട്ടിട്ട്, പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഗുഡ്സിൻ്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെ വരാറുള്ളൂ. മറ്റേത് ഒരുവിധമൊക്കെ പാസഞ്ചർ ട്രെയിനുകളാകുമ്പോഴത്തേക്കും ഒരുവിധമൊക്കെ കയറി പോകും. എന്നാലും വലിയൊരു കയറ്റമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മണ്ണ് കുറേ അങ്ങനെ ഇട്ടിട്ട്, അതിനകത്ത് തന്നെ മണ്ണ് തന്നെ സെപ്പറേറ്റ് ഉണ്ടാവും, ഒരു സഞ്ചിക്കകത്തുണ്ടാവും. അത് കൈകൊണ്ട് ഇട്ടിട്ട് മറ്റേതിലൂടെ വീഴുന്നില്ലെങ്കിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് പോകും. എന്നിട്ടും കയറിയില്ലെന്നുണ്ടെങ്കിൽ വേറെ എഞ്ചിനെ നമ്മൾ വിളിച്ചിട്ട് പുറകിൽ നിന്ന് പുഷ് ചെയ്യുന്ന ഒരു
പരിപാടി കൂടെയുണ്ട്. ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പുറകിലിരിക്കുന്ന യാത്രക്കാർ അറിയുന്നുണ്ടാവില്ല. അപ്പം ഈ എന്താ ഇവരിങ്ങനെ ലേറ്റ് ആവുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എന്തെങ്ങനെ ഡിലേ ആവുന്നത്, എന്താ ഇവർ സ്ലോ ആക്കുന്നത്, ആവശ്യമില്ലാതെ കൊണ്ടുവന്ന് നിർത്തുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇവർക്ക് ഏറ്റവും ആദ്യം ഈ ട്രെയിൻ ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ഓടിക്കുന്ന ആളാണ്. കാരണം അത് മനുഷ്യൻ്റെ ഒരു സഹജമായ ഇതാണ്. അപ്പോൾ അയാൾ ഓടിച്ച് ലേറ്റാക്കി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മളെടുത്തിട്ടാണ് വന്നത്. നമ്മുടെ ആൾക്കാരുടെ ഒരു റിയാക്ഷൻ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഈ ഓഫീസിലൊക്കെ പോകേണ്ടവർ 9:45 ആയി പതുക്കെ എവിടെയെങ്കിലുമൊക്കെ ഇട്ടു, ലേറ്റായി 10:15 ആയി. പ്രത്യേകിച്ച് വേണാട് എക്സ്പ്രസ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് സൗത്തിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ നിന്ന് കഴിയുമ്പോൾ ലേറ്റാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കുനിഞ്ഞിരിക്കും. കാരണം ഈ പോകുന്നവന്മാരൊക്കെ അൺപാർലമെൻ്ററി വേർഡ്സൊക്കെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങളൊന്നും റിയാക്ട് ചെയ്യാറില്ല. കാരണം റിയാക്ട് ചെയ്യാൻ പിന്നെ അതിന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട്, എന്താ എവിടെയായിരുന്നു. ചിലപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഈ തലവട്ടം കണ്ടു കഴിയുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ച് ചോദിക്കും, എന്താടാ എവിടെ ആയിരുന്നടാ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്നും അതിന് റിപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതൊക്കെ ഒരു ചിരിയോടുകൂടി അത് കൺസീവ് ചെയ്യും. ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിലേക്ക് കയറുന്ന സമയത്തൊക്കെ ചില ആക്സിഡൻസ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം ആ സ്പേസിലേക്ക് വീണു പോയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാതിരിക്കും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ലോക്കോ പൈലറ്റ്സിനുണ്ട്. അപ്പം ബസ്സിലൊക്കെ ആണെങ്കിൽ കാണാൻ ഇവിടെ മിറർ ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ഓപ്ഷൻസ് ഗാർഡ് തരുന്ന ഇൻഫർമേഷൻ അല്ലാതെ, അല്ലെങ്കിൽ കയറാൻ ആൾ ഇനിയും നിൽക്കുമ്പോൾ ഗാർഡ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ സമയം? അതായത് ഒരു ട്രെയിനിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏകദേശം 20-നും 24-നും ചിലപ്പോൾ 25 വരെയും പോകാം. 25 ബോഗിയൊക്കെ ആയിരിക്കും. ഈ ബോഗിയിൽ നമ്മൾ ഒരു ലോക്കോ പൈലറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മാക്സിമം ഒരു 5-6 ബോഗി വരെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനോടകം അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഈ ഒരു 5 ബോഗിക്കുള്ളിൽ ആരെങ്കിലുമൊക്കെ കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഒന്ന് സ്ലോ ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ടാമതൊന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തുകയോ ചെയ്യും. പിന്നെ ഉള്ളത് ഗാർഡിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഗാർഡിനും ഏകദേശം മുമ്പിലോട്ട് കയറി ഒരു 5 ബോഗി അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരും അത് വിളിച്ചു പറയും, 1 മിനിറ്റ് ഒന്ന് നിർത്തണേ, ഒരാൾ ഓടി വരുന്നു, അല്ലെങ്കിൽ ഒരാൾ ഇറങ്ങുന്നു, അല്ലെങ്കിൽ സ്ത്രീ ഇറങ്ങുന്നു, 1 മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ എന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് സ്റ്റേഷൻ സ്റ്റാഫാണ്. അപ്പോൾ നടുക്കുള്ള സ്റ്റേഷൻ സ്റ്റാഫിന് കുറച്ചുകൂടെ വൈഡായിട്ട് അവർക്ക് കാണാം. അവരിങ്ങനെ നോക്കിയിരിക്കും. ഒരു നല്ല ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ പുള്ളിക്ക് വളരെ ഇതായിട്ട് വർക്ക് ചെയ്യുന്നൊരു ആണെന്നുണ്ടെങ്കിൽ ഒരു ധാരാളം ആളുകൾ കയറി യാത്ര ചെയ്യുന്ന ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ നോക്കാറുണ്ട്. മിക്കവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് വാക്കി ടോക്കിൽ വിളിച്ചു പറയും, 7230 ലോക്കോ പൈലറ്റ് ലൈനിലുള്ളൂ. അപ്പോൾ നമ്മൾ യെസ് എന്ന് പറയും. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് നിർത്തും, ഒരാൾ കൂടെ കയറാൻ ഓടി വരുന്നുണ്ട്, ഒരു ഫാമിലി ഓടി വരുന്നുണ്ടെന്ന് പറയും. നമ്മളപ്പം സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അത് കുഴപ്പമില്ല. പെട്ടെന്ന്, കാരണം സ്പീഡ് വളരെ കുറവല്ലേ ആ സമയത്ത്, പെട്ടെന്ന് നിൽക്കും. ഈ നോർത്ത് ഭാഗത്തേക്കൊക്കെ ലോക്കോ പൈലറ്റ്സിന് നേരെ ആക്രമണം ഉണ്ടാവുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ട് ഇങ്ങനെ വാർത്തകളും മറ്റുമായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ സാറിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അതായത് ചിലപ്പോൾ കാരണമായിട്ട് ചിലപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ ലേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ നിർത്തിയിട്ടതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ എന്തെങ്കിലും അനുഭവപ്പെട്ടു? ഉണ്ട്. അതായത് പാലക്കാട് ഡിവിഷനിൽ കോഴിക്കോട് റൂട്ടിൽ ഒരു ലോക്കോ പൈലറ്റിനെ ഒരു ആൾ വന്നിട്ട് അകത്ത് കയറി അടിച്ചിട്ട് പോയി. അത് ലേറ്റായി എന്നും പറഞ്ഞിട്ട്. ആക്ച്വലി ലേറ്റാകുന്നതിനകത്ത് പുള്ളിയുടെ റോള് ഒന്നുമില്ല. അത് മറ്റുള്ള ട്രെയിനിൻ്റെ ട്രാഫിക്കുകളും ട്രാഫിക് ഡെൻസിറ്റി കൂടുന്നതും അതുപോലെ മറ്റ് കാര്യങ്ങൾ പല കാരണങ്ങളും കൊണ്ട് ട്രെയിൻ ലേറ്റാവാം. സിഗ്നലിൽ ഈ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രാക്കിൽ സിഗ്നലിൻ്റെ ഈ ട്രാക്ക് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട് ട്രാക്കിൽ. അത് ഷോർട്ട് സർക്യൂട്ട് ആവാം, അല്ലെങ്കിൽ അതിൽ വെള്ളം മുങ്ങിയിട്ട് ഷോർട്ട് സർക്യൂട്ടായിട്ട് ട്രാക്ക് ഡൗൺ എന്ന് ഞങ്ങൾ പറയുക. സിഗ്നൽ സംവിധാനം മൊത്തം തകരാറാവാം. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻജിൻ, എവിടെയെങ്കിലും ഒരു ട്രെയിനിൻ്റെ എൻജിൻ ഫെയിലിയർ ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നേരത്തെ ഓടേണ്ടിയിരുന്ന സമയമല്ലാതെ നോർത്ത് ഇന്ത്യയിൽ നിന്നുമൊക്കെ വരുന്ന ദൂരെ നിന്ന് വരുന്ന ഏതെങ്കിലും ട്രെയിൻ ലേറ്റായി അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പാസേജ് നഷ്ടപ്പെടുക. അതിന് നോമിനേറ്റഡ് ടൈമിൽ ഈ ഒരു ട്രെയിൻ കയറിപ്പോയതുകൊണ്ട് ഡിലേ ആയിട്ടുണ്ടാവാം. പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ ഇയാൾ ഓടിക്കുന്നതുകൊണ്ടാണ് അത് ലേറ്റാവുന്നതെന്നുള്ളൊരു ബസ്സൊക്കെ പോലെ എന്താ അത് നേരത്തെ നിങ്ങൾ വിചാരിച്ചാൽ ചെയ്യാവുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടൊരു ലോക്കോ പൈലറ്റിനെ അധികം വർഷങ്ങളായിട്ടില്ല കയറി അടിച്ചു, അയാളുടെ മുഖമൊക്കെ പൊട്ടി, പിന്നെ കേസായി, അങ്ങനെ എന്തൊക്കെയോ പോയി. ഇവിടെ അങ്ങനെ ഒരു സംഭവം അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരിടേണ്ട അക്രമം എന്ന് പറഞ്ഞാൽ കല്ല് വലിച്ചെറിയുക എന്നുള്ള ഒരു കല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തിനാണെന്ന് അറിയില്ല. ഈ ട്രെയിനിൻ്റെ നേരെ കല്ലെറിയുക എന്നുള്ളത് ഒരു പ്രതിഭാസമാണ്. അതിന് ഒരു വലിയ മുടക്കമില്ലാതെ ഒരു കൃത്യമായ ഇടവേളകളിൽ നടന്നു പോകുന്നുണ്ട്.
അപ്പം ഞാനൊരു ഇപ്പോഴും ഉണ്ടോ അങ്ങനെ? ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഒരു ലോക്കോയുടെ മുമ്പിൽ, അതായത് ഗ്ലാസ് പൊട്ടി, ഭാഗ്യത്തിന് ലോക്കോ പൈലറ്റിനൊന്നും സംഭവിച്ചില്ല. ആളുകളുടെ നേർക്കുമൊക്കെ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഒരു 3 to 4 days ബാക്ക് കല്ലെറിഞ്ഞിട്ട് ഒരു യാത്രക്കാരന് പരിക്ക് പറ്റി. എന്താണ് അതിൻ്റെ പുറകെയുള്ള മാനസികാവസ്ഥ എന്നറിയില്ല. ഒരു പ്രാവശ്യം കോട്ടയം അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കല്ല് വന്നിട്ട് കറക്റ്റ് കൃത്യമായിട്ട് നെറ്റിയിൽ തന്നെ കൊണ്ടു. അത് ഗ്ലാസ് പൊട്ടിയിട്ട് നേരെ വന്നു. കല്ലെറിയുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് എടുത്തിട്ടാൽ മതി. കാരണം ഈ ട്രെയിനിൻ്റെ സ്പീഡ് കൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതുകൊണ്ട് ഈ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണോ ഈ കല്ലിൻ്റെ സ്പീഡും കൂടെ കൂട്ടി അതിൻ്റെ അകത്തുകയായിരിക്കും മൊത്തം സ്പീഡ്, മൊത്തം അതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്, വേഗം എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ശക്തിയോട് കൂടി വന്ന് എൻ്റെ നെറ്റിയിൽ പതിച്ചു. പിന്നെ കോട്ടയത്ത് വേറെ ഒരു ലോക്കോ പൈലറ്റ് വന്നിട്ടാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ഡ്രസ്സ് ചെയ്ത് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഈ കല്ലേറ് കൊണ്ട് കണ്ണ് നഷ്ടപ്പെട്ട എൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട്. ഞങ്ങൾ ഒരേ ബാച്ചായിരുന്നു. ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്. അദ്ദേഹത്തിന് കല്ല് കൊണ്ട്, അതായത് കയറിയ ഒരു 5 വർഷത്തിനുള്ളിൽ കല്ല് കൊണ്ടിട്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ട് പോയി. അതിന് പകരം ആ കണ്ണിൻ്റെ സ്ഥാനത്തൊരു വലിയ ഹോളും ഒരു കൃത്രിമമായിട്ടുള്ളൊരു സിന്തറ്റിക് ഐയുമാണ് വെച്ചിട്ട് ഇത്രയും കാലം പുള്ളി ജോലി ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിന് 2 കണ്ണും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നമ്മൾ ഫിറ്റല്ല. അദ്ദേഹത്തിന് പിന്നീട് ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് തരതാഴ്ത്തപ്പെട്ടു. സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതുകൂടാതെ മറ്റൊരു വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലത്തുള്ളതാണ്. അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ കണ്ണ് പോയി. ഒരു കണ്ണ്, അത് ഇത്ര മാത്രം പരിക്കില്ലെങ്കിലും ആ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം പിന്നീട് വേറൊരു കാറ്റഗറിയിലേക്ക് മാറി. പിന്നെ ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇവരെ കണ്ടുപിടിക്കുക, അതായത് ഈ എറിഞ്ഞ ആളുകളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കുക, ഇത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണോ ഇത് ഇങ്ങനെ ഒരു സംഭവം കൂടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ട്. കുറച്ച് പേരെ പിടിക്കുന്നുണ്ട്, കുറച്ച് പേരെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ RPF-ഉം അതുപോലെ തന്നെ പോലീസും ഒക്കെ സംയുക്തമായിട്ട് അന്വേഷിച്ച് ആ സമയത്ത് വിറ്റ്നസ്സിനെയൊക്കെ പിടിച്ചിട്ട് പലപ്പോഴും പിടിക്കാറുണ്ട്. പിടിക്കുന്നവരല്ലല്ലോ വീണ്ടും ഇറങ്ങുന്നത്, വീണ്ടും പുതിയ പുതിയ ആൾക്കാരല്ലേ. ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പോക്കത മയക്കുമരുന്ന്, മദ്യമൊക്കെ. റെയിൽവേ ട്രാക്ക് വളരെ സേഫായിട്ടൊരു സ്ഥലം ആണ് എന്ന് എന്തോ ധരിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവിധ അനാശാസ്യ പ്രവർത്തനങ്ങളും ഈ റെയിൽവേ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മാനസിക നില വേറൊരു രീതിയിലാകുമ്പോഴത്തേക്കും അവർ എന്തോ വിദ്വേഷം ഒക്കെ വരുന്നതായിരിക്കാം എൻ്റെ തോന്നുന്നു. ഇപ്പോൾ ഈ റെയിൽവേ ട്രാക്കുകളിൽ ഉണ്ടാകുന്ന മരണങ്ങളുടെ ഈ ഡെഡ് ബോഡികൾ എടുക്കാൻ പോകുന്ന ആളുകൾ സംസാരിച്ച സമയത്ത് അവരിങ്ങനെ ആ ട്രാക്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, അതായത് ഈ ശരീരം ചിഹ്നം ഭിന്നമായിട്ടായിരിക്കുമല്ലോ കിടക്കുക, പല ഭാഗങ്ങൾ പല സ്ഥലത്തായിട്ട്, പിന്നെ ഇങ്ങനെ വാരിക്കൂട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ സാർ, അത് ലോക്കോ പൈലറ്റ്സ് ഇത്തരം ചിഹ്നം ഭിന്നമായ ശരീരങ്ങളൊക്കെ കാണേണ്ടി വരാറുണ്ടോ? അല്ലാതെ ഇടിച്ചു കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങ് പോവാനാണോ പറ്റാറ്? അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇതിനകത്തൊരു മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മൾ ഇടിച്ചു കഴിയുമ്പോഴത്തേക്കും നിർത്തണം എന്നുള്ളതാണ്. കാരണം സപ്പോസ് ആ ഇടിയിൽ അയാൾ മരിക്കുന്നില്ല, ജീവൻ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണല്ലോ എല്ലാവർക്കും. അവർക്കും അതുപോലെ തന്നെ അവരെ കാത്തിരിക്കുന്ന വീട്ടിലെ കുടുംബങ്ങൾക്കൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്കത് അയാൾ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടുത്തി നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തിക്കുകയോ മെഡിക്കൽ എയ്ഡ് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ജീവൻ രക്ഷിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ രക്തം മാർന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ മരണപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ മരിച്ചു എന്നുള്ള ഉറപ്പ് വരുന്ന ഒരു ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇടിച്ച് തെറിച്ച തലയൊക്കെ ചിന്ന ഭിന്നമായിട്ട് തെറിച്ചു പോകും, നമുക്ക് കാണാം. ആ സമയത്ത് പിന്നെ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിലായിരിക്കും നിർത്തിയാൽ തന്നെ അവിടെയൊന്നും ആയിരിക്കുമല്ലോ നിർത്തുക. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിട്ട് ചെയ്തോളും. പക്ഷെ ചില അവസരങ്ങളിൽ നമ്മൾ തന്നെ ഈ ബോഡി ഒന്ന് റിട്രീവ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരു ഡെഡ് ബോഡി കിടക്കുക എന്ന് പറയുന്ന ഒരു ഒബ്സ്ട്രക്ഷനായിട്ടാണ് അത് കൂട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ, ഇപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല, എന്നാലും നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അതാണ്. ഈ മുമ്പേ പോയ ഏതെങ്കിലും ട്രെയിൻ ഇടിച്ച് ഒരാൾ അവിടെ മരിച്ച് കിടപ്പുണ്ട്, ചിലപ്പോൾ 2 പീസായിട്ടായിരിക്കും കിടപ്പുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കൊരു മെമ്മോ തരും. യു ആർ റിക്വസ്റ്റഡ് ടു ക്ലിയർ ദ ഡെഡ് ബോഡി ഓൺ സോ ആൻഡ് സോ കിലോമീറ്റർ ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സാധനം എഴുതി ഒരു സ്റ്റേഷൻ മാസ്റ്റർ തരും. അപ്പോൾ നമ്മൾ ആ കിലോമീറ്ററിൽ വന്ന് നിർത്തി ആ ഡെഡ് ബോഡി ക്ലിയർ ചെയ്ത് പോകണം എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ അത് ചെയ്യാറില്ല. ചെയ്യാൻ ഇല്ലാത്തതിൻ്റെ പല റീസൺസ് ഉണ്ട്. ഒന്ന്, ഈ ഡെഡ് ബോഡി നമ്മൾ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഇത് കൊലപാതകമാകാം. എൻ്റെ സർവീസ് ജീവിതത്തിൽ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മൾ ഒരു അൺവാണ്ടഡ് ഇൻ്റർഫിയറൻസ് നടത്തി പോലീസ് വരുന്നതിന് മുമ്പേ അതൊക്കെ മാറ്റി തെളിവുകൾ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വലിയ ഒരു മാനസികമായിട്ട് വളരെയധികം സ്ട്രെങ്തുള്ള ആൾക്കാരാവണമെന്നില്ല ഇത് വർക്ക് ചെയ്യുന്നവർ, ഇത് ഓടിക്കുന്നവർ. അവർക്ക് ആ സമയത്ത് ഈ ഒരു സംഭവത്തിന് ശേഷം വീണ്ടും കുറച്ച് ദൂരം പോയി ഇനിയിപ്പോൾ എനിക്ക് ഇനി മേലാൽ ഇത് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നെ അടുത്ത സ്റ്റേഷനിലെങ്കിലും എത്തിക്കാതെ വേറെ ആളെ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സേഫ്റ്റിയുടെ ഒരു ഇത് വരാം. മനസ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ പുറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ ആ ജീവനും കൂടെ അപകടത്തിലാവും. ഇതെങ്ങനെയാണ് പുള്ളി റിയാക്ട് ചെയ്യുന്നതെന്നുള്ള മനസ്സിൻ്റെ ഒരു കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളാരും ആ ഒരു പരിപാടിക്ക് ഇപ്പോൾ പോകാറില്ല. പക്ഷേ ഞാനൊക്കെ കയറിയ സമയത്ത് റെയിൽവേ സർവീസിൽ കയറിയ സമയത്ത് അന്നത്തെ ലോക്കോ പൈലറ്റുമാർ അവർ വളരെ നിഷ്കർഷമുള്ളവരായിരുന്നു. ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബോഡി മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ എന്നെയും കൊണ്ടുപോയി കാലുകളൊക്കെ പിടിച്ച് മാറ്റിയ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തല വേറെ ആയിരിക്കും, കൈ വേറെ ആയിരിക്കും, ഓരോന്നോരോന്നും എടുത്ത് ഇവിടെ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്തി അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ ഒരു മാനസികാവസ്ഥ ഭയങ്കര നമ്മൾ ആ സമയത്ത് ഒരു മരവിപ്പായിരിക്കും. ആദ്യം നമ്മൾ കാണുമ്പോൾ വളരെയധികം ഷോക്കഡായിരിക്കും. ഈ മാംസമൊക്കെ കാണുക, രക്തം ഒക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഷോക്കഡായിരിക്കും. എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ഷോക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മരവിപ്പ് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളിലേക്കും കടക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ വലിയൊരു ബസ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. അവർ വളരെ യന്ത്രം കണക്കെ അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. അവരെല്ലാം ഡെഡ് ബോഡി എടുക്കുന്നു, മാറ്റുന്നു, പരിക്കേറ്റവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇതൊക്കെ നാട്ടുകാർ ഇറങ്ങിയിട്ട് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളെപ്പോലെ ടി വിയിൽ അത് ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. പക്ഷെ അവർ നേരിട്ട്, അവർക്ക് ബ്ലർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ നേരിട്ട് തന്നെ ഇതെല്ലാം കാണുന്നു, ഇതൊക്കെ കാണുന്നു. പക്ഷെ പിന്നീട് ട്രോമ വരുന്നതിന് ശേഷമാണ്. ആ സമയത്ത് അതെല്ലാം വർക്ക് ചെയ്യുന്നു, വളരെ നന്നായിട്ട് എല്ലാം രക്ഷിക്കേണ്ടവരെയൊക്കെ രക്ഷിക്കുന്നു. ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി, ആ സമയത്തെല്ലാം ചെയ്യുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് ഉറക്കം വരില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഈ ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ബോധമനസ്സിലും വരും, ഉറങ്ങിക്കഴിയുമ്പോൾ സ്വപ്നത്തിൻ്റെ രീതിയിലും നമ്മളതിനെ അത് ഹോണ്ട് ചെയ്യുന്ന ഒരു ഇത് വരാറുണ്ട്. സർ, ഈ ചെയിൻ വലിച്ചു കഴിയുമ്പോഴേ ചെയിൻ വലിക്കുമ്പം നിങ്ങൾക്ക് സിഗ്നൽ വന്നിട്ട്, അതായത് നിങ്ങളുടെ ചേംബറിലേക്ക്, ലോക്കോ പൈലറ്റിന്റെ ചേംബറിലേക്ക് സിഗ്നൽ വന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണോ, അതോ ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുകയാണോ ചെയ്യും? ചെയിൻ വലിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ത്രൂ ഔട്ട് ട്രെയിനിൻ്റെ ബോഗികളെല്ലാം ഒരു ബ്രേക്ക് പൈപ്പ് വഴി കണക്റ്റഡാണ്. ഈ ബ്രേക്ക് പൈപ്പിനകത്തൊരു പ്രഷറുണ്ട്. ആ പ്രഷർ കുറഞ്ഞു കഴിയുമ്പോഴാണ് ബ്രേക്ക് പിടിക്കുക. അപ്പോൾ ഈ പ്രഷർ വെൻറ്റ് ചെയ്യാനായിട്ട് ഈ ചെയിൻ എന്ന് പറയുന്ന സാധനത്തുമായിട്ട് ഒരു വാല് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയിൻ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ബ്രേക്ക് പൈപ്പിനകത്ത് പ്രഷർ പോവുകയും അതേസമയം തന്നെ നമുക്ക് അതിൻ്റെ സിഗ്നൽ കിട്ടുകയും ചെയ്യും. അതിനകത്തൊരു ഇൻഡിക്കേഷൻ ലാമ്പ് കത്തുകയും, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ള കമ്പ്യൂട്ടർ സ്ക്രീനുണ്ട്, ആ സ്ക്രീനകത്ത് കൃത്യമായിട്ട് എഴുതി കാണിക്കും അലാം ചെയിൻ പുൾഡ്, അലാം ചെയിൻ എന്നാണ് അതിന് പറയുക. അലാം ചെയിൻ പുൾഡ് എന്നുള്ള ഒരു സിഗ്നൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ ഒരു സൈമിൾട്ടേനിയസ്ലി നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. നമ്മൾ ഇൻഡിക്കേഷൻ കിട്ടിയിട്ട് ആക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ ബ്രേക്ക് ഇവിടെ അപ്ലൈഡ് ആയിരിക്കും. അപ്പോൾ അത് ഏത് ചേംബറിലാണെന്ന് അറിയാൻ പറ്റുമോ? അത് അറിയാൻ ഉള്ള മാർഗം പോയി നോക്കുക മാത്രമേ ഉള്ളൂ. അതായത് ഓരോ ബോഗിയിലും പോയി നോക്കണം. അത് വലിയൊരു ഹിസ്സിങ് സൗണ്ട് ഉണ്ടാവും. ഈ പ്രഷർ പൊക്കോണ്ടിരിക്കും, നമ്മളത് റീസെറ്റ് ചെയ്യുന്നവരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ പോയി നോക്കണം. ഇപ്പോൾ പുതിയ ട്രെയിനുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് പോയിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. അത് ലോക്കോ പൈലറ്റ് തന്നെ പോയിട്ട് റീസെറ്റ് ചെയ്യണം. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ലോക്കോ പൈലറ്റോ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റോ പോയിട്ട് ചെയ്യും. ചിലപ്പോൾ ഗാർഡ് വരും, ഗാർഡ് ചെയ്യാറുണ്ട്. ഇനി ആ സമയത്ത് ഒരു ടി ടി ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാം. അല്ലെ സ്റ്റേഷനിലാണ് ഇത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ സ്റ്റാഫ് ഉണ്ടാവും, അവരും ഒന്ന് ചെയ്യും. പ്രത്യേക മെക്കാനിസം ഉണ്ടോ? ഉണ്ട്. അത് നമ്മൾ പഠനത്തിലൂടെ അത് മനസ്സിലാക്കിയിരിക്കും ഇത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ട്രെയിനിങ് പീരീഡിൽ എല്ലാവർക്കും ഉണ്ടാവും. ആ സമയത്ത് അത് റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഫർദർ ട്രാവലിംഗ് പോസിബിൾ ആകത്തുള്ളൂ. അതിലേറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോയി നോക്കാനുള്ളൊരു ഇതില്ല. അപ്പോൾ ഈ അടുത്ത കാലം അങ്ങോട്ട് കടക്കാൻ, ചേംബറിലേക്ക് കടക്കാനുള്ള പറ്റില്ല. അപ്പോൾ അത് പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വളരെ സാഹസികമായിട്ട് പോയിട്ടുള്ള കഥകളൊക്കെ ഈ അടുത്ത കാലത്ത് ഒരു ടി ടി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ടി ടിമാർ ചെയ്തപ്പോഴാണ് അത് വാർത്തയായെന്ന് മാത്രം. ഞങ്ങളത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയായിരുന്നു. ലോക്കോ പൈലറ്റ് എങ്കിൽ ലോക്കോ പൈലറ്റ് അതിൻ്റെ അടിയിൽ കൂടെ ഇഴഞ്ഞ്
പാലത്തിൻ്റെ താഴെ വളരെ അപകടകരമായ രീതിയിൽ പോയി. കാരണം എങ്ങനെയല്ലേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പറ്റും? ഇത് ബ്രേക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് റിലീസാവില്ല, പിടിച്ചിരിക്കുകയാണ്. തള്ളിയാൽ പോലും അത് അനങ്ങില്ല. അപ്പോൾ പിന്നെ അതിനകത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല, വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. ഈ ട്രെയിൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ട്രാവൽ ചെയ്ത് ശരിയാക്കേണ്ടി. TTA കോൺടാക്ട് ചെയ്തിട്ട് പറയാൻ അങ്ങനെ ഓപ്ഷൻസ് ഒന്നും? TTA കോൺടാക്ട് ചെയ്ത് TTA ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നത്. ഞങ്ങൾക്ക് ആകെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗാർഡുമായിട്ടാണ്. ഗാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെയിൻ മാനേജർ എന്നാണ് അവരുടെ ഡെസിഗ്നേഷൻ. പിന്നെ ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള സ്റ്റേഷൻ അടുക്കുമ്പോൾ വാക്കി ടോക്കിയിലൂടെ സ്റ്റേഷൻ മാസ്റ്ററെ കിട്ടും. അതല്ലാതെ അവർ TTAയുമായിട്ടൊന്നും നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. 36 വർഷത്തെ ജീവിതം മുഴുവനും ട്രെയിനിലാണ്. സാർ പറഞ്ഞ പോലെ ഫാമിലിയെക്കാട്ടും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുക ട്രെയിനിന്റെ ആ ഒരു ബെഡ്റൂമിനെക്കാട്ടും കണ്ടിട്ടുണ്ടാവുക ആ ട്രെയിനിന്റെ സീറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പം ഈ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അത് മിസ് ചെയ്യുന്ന എലമെന്റ്സ് എന്തായിരിക്കും? ഇതിനകത്ത് മിസ്സിങ് എന്ന് പറയുന്നതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ കൂടുതൽ ഫ്രീഡം കിട്ടുന്നത് ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമാണ്. കാരണം നമുക്ക് ഈ ലീവ് എന്നുള്ളത് ഇല്ലാതെ തരാതെ ഈ റെയിൽവേയിൽ വളരെയധികം അറ്റൻഷൻ കൊടുത്ത് വളരെ സേഫായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാറ്റഗറിയാണ് ഞങ്ങൾ. ഇതിനകത്ത് വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഏതൊരു ജോലിക്കും 6 ദിവസത്തിന് ശേഷം ഒരു ദിവസം വിശ്രമമുണ്ട്. ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് മാത്രം അങ്ങനെ ഒരു സംഗതി ഇല്ലയെന്ന് തന്നെ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് വിശ്വാസത്തിലെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നും. ഇത് കള്ളമാണെന്ന് പറയുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ എന്നാൽ ഉണ്ട്, ഇല്ലേ എന്നാൽ ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ്. 30 മണിക്കൂർ എണ്ണി ചുട്ടപ്പം പോലെ 30 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത് ആഴ്ചയിൽ ഒരു ദിവസം. അതിന് പീരിയോഡിക്കൽ റെസ്റ്റ് എന്നാണ് പറയുക. അത് കിട്ടിയാലായി. ആൾ കുറവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മളെ കൂടുതൽ ദിവസം ഇത് ചെയ്യണം. അപ്പോൾ ഒരു 30 അവേഴ്സ് എന്ന് പറയുന്നത് ഒന്നിനും നമുക്ക് തികയത്തില്ല. വീട്ടിൽ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനോ വീട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു കാര്യം നടത്താതെ നമ്മൾ ഉറങ്ങുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രം ചെയ്തിട്ട് തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പോഴാണ് കൂടുതലും ഈ ആക്സിഡൻസിലേക്ക് നമ്മൾ പോകുന്നത്. ഈ 30 അവേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടെ വിശദമാക്കാം ഞാൻ. ഇപ്പോൾ ശനിയാഴ്ച രാത്രിയിൽ ഒരു സാധാരണ ഓഫീസ് ജോലിക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറി വർക്കർ അയാളൊരു 5 മണിക്ക് അയാളുടെ ഡ്യൂട്ടി തീർന്നതിരിക്കട്ടെ. നോർമലി അയാൾ ഇനി അടുത്ത തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി. പക്ഷേ ഒരു ലോക്കോ പൈലറ്റിനാണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് പീരിയോഡിക്കൽ റെസ്റ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഞായറാഴ്ച രാത്രി തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് വിശ്രമിക്കാനുള്ള ഒരു സമയമോ വീട്ടിലെ കാര്യങ്ങൾ നടത്താനോ ഒന്നുമില്ല. ഇത് തന്നെ പിന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് എടുക്കണം. അതൊരു വല്ലാത്തൊരു ഇതാണ്. ഇതൊക്കെ ഞാൻ ഈ 36 വർഷവും വർക്ക് ചെയ്ത് ഇതുപോലെ ഒരു വീക്ക്ലി ഓഫ് എന്ന് പറയുന്ന സാധനം, പീരിയോഡിക്കൽ റെസ്റ്റ് എന്ന് അവർ പേര് പറഞ്ഞ് വിളിക്കുന്ന ആ സാധനം 30 മണിക്കൂർ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ആക്സിഡൻ്റലായിട്ട് ഒരു യാദൃച്ഛികമായിട്ട് ചിലപ്പോൾ 2 ട്രെയിനുകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കിട്ടും. ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ട്രെയിൻ ലേറ്റായിരിക്കും, അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ ലിങ്കിൽ ചെറിയൊരു ഇളവ് വരാറുണ്ട്. അതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം വരുന്നതാണ്. ഗുഡ്സ് വർക്ക് ചെയ്യും, ഫ്ലൈറ്റ് ട്രാഫിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിശ്രമം എന്ന് പറയുന്ന സാധനം വളരെ പരിമിതമായിട്ടേ കിട്ടാറുള്ളൂ. ഇപ്പോൾ ലോങ് റൈഡാണ് കഴിഞ്ഞ് വരുന്നതെങ്കിലും ഇതേപോലെ അടുത്ത ഷിഫ്റ്റിന് കയറേണ്ടി വരും. ഇപ്പം ദൂരം ഇപ്പം ഇവിടുന്ന് ഇപ്പം ഡൽഹിക്ക് പോകുന്നൊരു റൈഡ്, അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്തിട്ടാണോ തിരിച്ചു വരിക, അതോ അടുത്ത ട്രെയിനിന് കയറി വരേണ്ട അവസ്ഥകളൊക്കെ വരാം? അവിടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഇതിൽ പോകാറില്ല. നമ്മുടെ ഒരു ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ക്രൂ ബീറ്റ് ഉണ്ട്. ഒരു 10 മണിക്കൂറിനുള്ളിൽ എത്തിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ക്രൂ റിലീഫാണ്. ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ഒരു റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് അടുത്ത ആൾ കയറിയിട്ട് അങ്ങനെ മാറിയാണ്. സാർ, കൊളൈഡുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഇപ്പം ഇത് ഓൾറെഡി ട്രെയിനിൻ്റെ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൽ കൊളൈഡ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? ആക്സിഡൻസ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിംഗ് സിസ്റ്റം അത് 100% ഫുൾ പ്രൂഫാണ് എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് ആക്സിഡൻസുകൾ, അതായത് 2 ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നു, ഒരു ട്രെയിൻ മറിയുന്നു,
മൂന്നാമത്തെ ഒരു ട്രെയിൻ ഉം. ഒഡീഷയിൽ കുറച്ചു കാലം മുമ്പുണ്ടായി വന്നു. ഒരു 3 ട്രെയിനുകൾ കൂട്ടിയിടിച്ചിട്ട് അതിനകത്ത് ഒത്തിരി ആളുകൾ മരിക്കുന്ന ഒരു ഇതുണ്ടായി. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ കണ്ടെത്തിയത് ഈ സിഗ്നൽ പിഴവാണെന്നുള്ളതാണ്. സിഗ്നലിംഗ് സിസ്റ്റത്തിലുള്ള പിഴവാണ്. ഇത് പണ്ട് തുടങ്ങിയുണ്ട്. പക്ഷേ റെയിൽവേ ഒരു കാരണവശാലും അതിനകത്ത് ഒരു സമ്മതിച്ചു കൊടുക്കുകയില്ല. റെയിൽവേ അഡ്മിനിസ്ട്രേഷന് താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത് ആരുടെയെങ്കിലും ഒരാളെ തലയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ രക്ഷപ്പെടും. അപ്പം അതിനകത്ത് അവർ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന ലോക്കോ പൈലറ്റിനെ. ലോക്കോ പൈലറ്റാണല്ലോ ഓടിക്കുന്നത്. അപ്പോൾ അയാളുടെ കുഴപ്പം കൊണ്ടായിരിക്കും എന്നുള്ളൊരു ഒരു എന്താണ് ഒരു പ്രീ കാൽക്കുലേറ്റഡ് മൈൻഡുമായിട്ടാണ് ഇതിൻ്റെ എൻക്വയറി ഓഫീസേഴ്സൊക്കെ വരാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിൽ പിന്നെയും അത് പ്രൂവ് ചെയ്ത് പിന്നെ കോടതി വരെ പോയി അങ്ങനെ അത് ലഘൂകരിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ സിഗ്നലിംഗ് സിസ്റ്റം പോലും അത്ര പെർഫെക്റ്റ് അല്ല. അത് ആർക്ക് വേണമെങ്കിലും അത് മാനിപ്പുലേറ്റ് ചെയ്ത് തെറ്റായ രീതിയിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം. അതാണ് മെയിൻലി ആക്സിഡൻസിന് ഉണ്ടാവാനുള്ള ഒരു റീസൺ അതും കൂടെയാണ്. പിന്നെ മറ്റ് റീസൺസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് ഹ്യൂമൻ ഫെയിലിയർ ഉണ്ടാവാം. ഏതെങ്കിലും ഒരു ഡ്രൈവർ ഒരു സിഗ്നൽ വിട്ടുപോയി അത് ഡേഞ്ചറിൽ പാസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിഗ്നൽ പാസ് ചെയ്തു, ചിലപ്പം സംഭവിക്കാം. അതല്ലെങ്കിൽ ബ്രേക്ക് ഫെയിലിയറായിട്ട് സംഭവിക്കാം, മെറ്റീരിയൽ ഡിഫക്റ്റായിട്ട് സംഭവിക്കാം, അതുമല്ലെങ്കിൽ ട്രാക്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിട്ട് അങ്ങനെ സംഭവിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങൾ പറയുന്നത് ഈ ആഡഡ് ഇതായിട്ട് പറയുന്നത് ഈ സിസ്റ്റത്തിൽ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ്. ട്രെയിൻ ആക്സിഡൻസിന് മെയിൻലി പാളം തെറ്റുക എന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെ ഒരു ടേം അതെന്തായിരിക്കും പാളം തെറ്റിപ്പോകുന്നുണ്ടാവും? അതായത് ഒരു പാളം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ വീല് കുറച്ച് സ്ഥലം മാത്രമേ അതിൽ കോണ്ടാക്റ്റ് ഉള്ളൂ. പക്ഷേ ആ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ് അത് പോകുന്നത്. നമ്മളത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടി തോന്നും. ഇത്രയും മാത്രമേ ഉള്ളൊരു കോണ്ടാക്റ്റ് ഉള്ളൂ, ഇത്രയും വലിയൊരു വാഹനം ഓടിപ്പോകുന്നു. പക്ഷെ അത് വളരെ സേഫാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുമ്പോൾ ഈ പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസിൻ്റെ കാര്യം, അതായത് ഇതിൻ്റെ വീതി, ഈ 2 റെയിലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരല്പം കൂടുകയോ കുറയുകയോ ചെയ്യുകയോ, അതല്ലെങ്കിൽ ഈ എന്തെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ കുഴപ്പം മൂലമോ വിള്ളലുകൾ ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ ഇത് ഓടുന്ന ചക്രത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മെക്കാനിക്കൽ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാളത്തിൽ നിന്ന് തെന്നു മാറും. അതുകൊണ്ടാണ് ഈ പാളം തെറ്റുക എന്നുള്ളൊരു അത് ഒരു വലിയൊരു ആക്സിഡൻറ്റാണ്. തെന്നു മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ മറിയുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ട്രെയിനിനെ കുറിച്ചും ലോക്കോ പൈലറ്റ്സിനെ കുറിച്ചുള്ള കുറേ സംശയങ്ങളുണ്ടായിരുന്നു, അനുഭവങ്ങളെ കുറിച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അത് മറ്റു തന്നെ